ചീരത്തോരൻ്റെയും പുളിശ്ശേരിയും റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കണ തന്നെയാണ്. പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളേ. അങ്ങനെ ചീരത്തോരൻ അരിഞ്ഞ് നല്ലോണം കഴുകി അരിഞ്ഞെടുത്തു. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കടുക് പൊട്ടിയപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടാൻ മറന്നു, പിന്നെയാണ് ഞാൻ ഇട്ടത്. അതും കൂടെ എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മൂപ്പിച്ചൊന്ന് എടുക്കണേ. നല്ലോണം മൂപ്പിക്കേണ്ട, ചീരയല്ലേ, അത് ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതിയേ. അങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് പുളിശ്ശേരി ഉണ്ടാക്കാം. പുളിശ്ശേരിക്ക് വേണ്ടി കുറച്ച് തേങ്ങയും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം പിന്നെ കുറച്ച് തൈരും കൂടെ ആയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അതിൽ കുറച്ച് വെള്ളവും, അപ്പം നോക്കിയപ്പോഴത്തേക്കും തൈരിൻ്റെ അല്പം കുറവുണ്ട്. അപ്പോൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കിനി താളിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ കീര ആയിട്ടുണ്ടായിരുന്നു, അതിനെ ഞാൻ ബൗളിലോട്ടങ്ങ് മാറ്റി വെച്ചു. ബൗളിലോട്ടൊന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് പുളിശ്ശേരി താളിക്കാം. കടുകും വെളിച്ചെണ്ണയും പച്ചമുളകും കറിവേപ്പിലയായിട്ട് താളിച്ചെടുത്തേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.